ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആര്? ഉടുമ്പൻചോല നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ കാരണം പാർട്ടി പരിശോധിക്കുമെന്ന് CPM-ന്റെ മുതിർന്ന നേതാവ് M മണി ഘടകകക്ഷികളുടെ അഭിപ്രായം തേടി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. തോറ്റത് ശരിയാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തമായ തിരിച്ചടിയുണ്ടായി. എന്തുകൊണ്ട് തോറ്റു എന്ന് കണ്ടെത്തണം. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ സഹായത്തോടെയും പരിശോധന നടത്തി തിരുത്തൽ നടപടികൾ വരുത്തി ശക്തമായി മുന്നോട്ട് പോകുമെന്നും M മണി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി, ഫ്ലക്സ് വെച്ചല്ല ചെന്നിത്തല. മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്ന് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ താൻ വ്യക്തിപരമായി അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും ഫ്ലക്സ് വെച്ചല്ല സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വാഭാവികമായി മുഖ്യമന്ത്രിയാവേണ്ടത് പ്രതിപക്ഷ നേതാവാണോ എന്ന ചോദ്യത്തിന് 2021 തന്നെ അങ്ങനെ ആരും ഉയർത്തിക്കാട്ടിയിട്ടില്ലെന്ന് രമേശ് ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിക്കാര്യം ലീഗുമായി താൻ സംസാരിച്ചിട്ടില്ലെന്നും രമേശ് പറഞ്ഞു. അണ്ണ തമിഴ്നാട്ടിലെ വെട്രിക്ക് പിന്നാലെ വിജയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് T20 ലോകകപ്പിലെ ഇന്ത്യൻ ടീം അംഗം. ചെന്നൈ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് അപ്രതീക്ഷിത മുന്നേറ്റമാണ് നടത്തിയത്. 6 പതിറ്റാണ്ടായുള്ള ദ്രാവിഡ ഭരണത്തിന് അന്ത്യം കുറിച്ച് വിജയ് തമിഴക വെട്രിക്കഴകം നേടി. 234 അംഗം നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റ്. 40% വോട്ട് നേടിയാണ് TVKയുടെ മുന്നേറ്റം. വിജയ് മത്സരിച്ച 2ഇടത്തും ജയിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റപ്പോൾ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള NDA നേടിയത് 53 സീറ്റ്. ഒത്തുതീർക്കാമായിരുന്ന സമരത്തെ സർക്കാർ തെരുവിൽ വലിച്ചിഴച്ചു. ജനം ഭരണത്തിന്റെ അടിവേരിളക്കി. തിരുവനന്തപുരം ഇടതു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു ആശമാർ. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ആശമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വിഭാഗങ്ങളോട് സർക്കാർ കാട്ടിയ ജനാധിപത്യ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നിലപാടിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ഈ വിധിയെഴുത്തിന് നിമിത്തമായിട്ടുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, ജനറൽ സെക്രട്ടറി MA ബിന്ദു എന്നിവർ അറിയിച്ചു. മമതയുടെ തോൽവിയിൽ ആഹ്ലാദിക്കരുത്, സങ്കുചിത രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി. ന്യൂഡൽഹി, ബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള BJPയുടെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന് പിന്തുണയായി എത്തിയ രാഹുൽ, മമതാ ബാനർജിയുടെ തോൽവിയിൽ ആഹ്ലാദിക്കുന്നവർ സങ്കുചിത രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.